ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഷെറിൻ്റെ വീട്ടിലേക്ക് ടോണി വിളിക്കുകയാണ് കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഷെറിൻ്റെ നാത്തൂനാട്ടോ കോൾ എടുക്കുന്നത്. അപ്പോൾ ഷെറിൻ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത്, ആരാ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് ഷെറിനിപ്പോൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് ഷെറിൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാത്തൂൻ പറയാണ്, എനിക്കറിയില്ല, എൻ്റെ കല്യാണത്തിന് മുന്നേ ഉള്ള സംഭവങ്ങളല്ലേ, ഒന്നും എനിക്കറിയില്ല, എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് ആൻസി ചോദിക്കുകയാണ്, എന്തിനാണ് ടോണി ഇപ്പോൾ ആ കുഞ്ഞിനെ അന്വേഷിക്കുന്നത്, ആ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഷെറിനെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാണ് ചോദിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ടോണി പറയാണ്, എനിക്ക് ദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് വളർത്തണം ആ കുഞ്ഞിനെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആൻസി പറയാണ്, നിങ്ങൾക്ക് എന്തിനാ ആ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ആൻസിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൻസി പറയാണ്, എനിക്കറിയില്ല ആ കുഞ്ഞിനെന്ന് പറയാണ്. അപ്പോൾ ടോണി പറയാണ്, എനിക്ക് വേണ്ടി ഒരു സ്പൈ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ടോണിയുടെ ഫോണ് ഷെറിന് കൊടുക്കാൻ പോവാട്ടോ. അങ്ങനെ അവർ രണ്ടാളും സംസാരിക്കുകയാണ്. അപ്പോൾ ഷെറിൻ പറയാണ്, എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവളെ ഓർമ്മകളിൽ എപ്പോഴും ടോണിയുണ്ട്, എപ്പോഴും സംസാരിക്കും കേട്ടോ ടോണിയോട്, വെറുതെ എങ്കിലും. അങ്ങനെ അവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത നമ്മളെ മനുവിൻ്റെ വീടാട്ടോ കാണിക്കുന്നത്. മനുവിൻ്റെ അച്ഛൻ്റെ സംഭാഷണമാണ് കാണിക്കുന്നത്. അവർ രണ്ടാളും സംസാരിക്കുകയാണ്, വീടിനെക്കുറിച്ചും അലീനയെക്കുറിച്ചും വൈജയന്തിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇനി അച്ഛന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ ചെയ്തു, ഇനി എന്തിനാണ് അച്ഛൻ ഓവർ ടെൻഷൻ എടുക്കുന്നത്, ഹരിയുടെ കാര്യത്തിൽ തന്നെ ഓവർ ടെൻഷനാണ്, ഇനി എന്തിനാ വൈജയന്തിയുടെ കാര്യത്തിലൊക്കെ ഇനി ഇടപെടുന്നത്, അതിലിടപെട്ടിട്ട് ഇനി കാര്യമൊന്നുമില്ല ഒക്കെ പറയാണ്. വൈജയന്തി വന്നത് ബാലേന്ദ്ര അങ്കിളോട് വിളിച്ച് പറഞ്ഞു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാനെന്തിന് വിളിച്ച് പറയണം, ഇനി അയാളെ വായിലിരിക്കുന്നത് ഞാനെന്ന് കേൾക്കണം, എനിക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഹരിയുടെ അനിയത്തി ഫോൺ വിളിച്ചുകൊണ്ട് വരിക കേട്ടോ. ആ സമയത്തും അനിയത്തി കുറേ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, ഇനി നീയും കൂടി ബാക്കിയുള്ള എന്നെ കുറ്റപ്പെടുത്താൻ ഒക്കെ പറയാണ്. അപ്പോൾ അനിയത്തി പറയുന്നുണ്ട്, രണ്ടുപേരും ചേരിതിരിഞ്ഞ് ഗൂഢാലോചന ചെയ്യാണല്ലോ ഒക്കെ പറയുന്നുണ്ട്. അകത്തൊരു ടീമും പുറത്തൊരു ടീമും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ മനുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, ഇതിനെന്തൊരു പരിഹാരം മനു എന്ന് പറയുകയാണ്. അപ്പോൾ മനു പറയാണ്, ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെങ്കിൽ ഇതൊക്കെ ഒരു തരികിട പരിപാടിക്ക് പറ്റിയ ഒരാൾ രാജീവ് ഇളയച്ചനാണ്. അപ്പോൾ ഇളയച്ചനോട് അച്ഛൻ പോയി എന്നൊക്കെ പറയാണ്. വലിയച്ഛൻ ഏതായാലും ഇതിന് കൂട്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് മനു. അപ്പോൾ അച്ഛൻ പറയാണ്, ഗംഗാടനും കൂടിയല്ലേ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്, അപ്പോൾ ഗംഗാടനും കൂടി വിളിച്ച് പറയണം എന്നൊക്കെ പറയാണ്. പിന്നെ മനു പറയാണ്, അച്ഛൻ ഓവർ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹരിയുടെ കാര്യത്തിന് തന്നെ ഓവർ ടെൻഷനാണ്, പിന്നെ എൻ്റെ കാര്യത്തിലാണെങ്കിൽ, എൻ്റെ അരീതിയുടെ കാര്യത്തിലാണെങ്കിൽ അച്ഛന് ടെൻഷനൊന്നും അടിക്കേണ്ട, നമ്മളെ കാര്യം വരുന്ന സമയത്ത് ഞാൻ മുൻകൂട്ടി അച്ഛനോട് എന്തായാലും പറഞ്ഞിരിക്കും എന്ന് പറയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിന് ടെൻഷനൊന്നും അടിക്കേണ്ട, വൈജയന്തിയുടെ കാര്യം രാജീവ് ഇളയപ്പനും വലിയച്ഛനും കൂടി വിട്ടുകൊടുത്തേക്ക് എന്ന് പറയാണ്. അച്ഛനേതായാലും രാജീവളപ്പൻ ഒന്ന് വിളിച്ചു നോക്ക്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് മനു അങ്ങനെ അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ അങ്ങനെ ആലോചിക്കുകയാണ്, വിളിക്കണോ വേണ്ടതെന്നൊക്കെ. അങ്ങനെ രാജീവിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ രാജീവിനെ വിളിക്കാം കേട്ടോ. ഹലോ രാജീവ, തിരക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയാണ്, ഇല്ല ഏട്ടാ പറഞ്ഞോളൂ എന്ന് പറയാണ്. വൈജയന്തി വീണ്ടും വീട് വിട്ട് ഇറങ്ങി ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ രാജീവൻ പറയുന്നത്, അതിന് അവൾ തിരിച്ചു വന്നത്, അവിടെ എന്താ ഇപ്പോൾ പ്രശ്നം ഉണ്ടായേ എന്നൊക്കെ പറയാണ്. ബാലേന്ദ്രൻ അറിഞ്ഞിട്ടാണോ അവിടുന്ന് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പറയാണ്, ബാലേന്ദ്രൻ അവളെ കാര്യത്തിലൊന്നും ഇടപെടത്തൊന്നുമില്ല, അവൻ അറിഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ രാജീവൻ പറയാണ്, ഗംഗാടിനെയും കൂടി അറിയിക്കണ്ടേ എന്ന് പറയാണ്. വേറെ നീ വിളിച്ചെന്തെങ്കിൽ പറയും, ഞാൻ ഇനി ഒന്നിനും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ രാജീവൻ പറയാണ്, ഞങ്ങളിട്ട് ഏട്ടൻ പോവാണോ
എന്നൊക്കെ പറയാണ്. നിങ്ങൾ എന്തൊക്കെ തീരുമാനിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബബിതയും ഇവരൊക്കെ ആയിട്ട് റൂമിൽ കാണിക്കുന്നതും അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ മനുവിൻ്റെ അനിയത്തി പറയാണ്, നീ എങ്ങനെയാടി ബബിത ഇങ്ങനെയൊക്കെ മാറിയത്? കിച്ചണിൽ കയറുമായിരുന്നില്ല, അലീനയോട് ഭയങ്കര ദേഷ്യമായിരുന്നു, അതൊക്കെ ഇപ്പോൾ കുറഞ്ഞില്ലേ? എന്താ ഭയങ്കര മാറ്റമാണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അത് ഭയങ്കര മാറ്റമാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് മാത്രമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ മനുവിൻ്റെ അനിയത്തി പറയുന്നുണ്ട്, ഇനി അടുത്തത് നിങ്ങളെ പ്ലാൻ എന്താ ചോദിക്കുകയാണ്. പറയണോ അറിയില്ല, ഒന്നും അറിയില്ല പറയാണ്. അപ്പോൾ മനുവിൻ്റെ അനിയത്തി പറയാണ്, നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല, നിങ്ങൾ പറയുന്നതിൻ്റെ 10 മടങ്ങ് കുത്തിത്തിരിപ്പ് എൻ്റെ അമ്മ ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് വൈജയന്തിയും കമലയും റൂമിലേക്ക് വരിക കേട്ടോ. എന്താടി നിങ്ങളിങ്ങനെ പറയുന്നത്, ഉറങ്ങാനായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, നമ്മളതിന് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്നുള്ളൂ, എല്ലാവർക്കും കൂടി ഒന്നിച്ച് കഴിക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ അത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവൾ ഇവിടെ പിശാശ് എവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, പിശാശ് എവിടെ നിന്നെന്ന് എനിക്കറിയില്ല, അലീൻ ചേച്ചി എവിടെയാണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയണം. അപ്പോൾ വൈജയന്തി പറയുന്നത്, എനിക്കറിയണ്ട അവളെ കാര്യമൊന്നും പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, എന്നാൽ അറിയണ്ടെങ്കിൽ അറിയണ്ടെന്ന് പറയാണ്. അപ്പോൾ ബബിത പറയുന്നത്, ശേഷുമാതിരിക്കടി എന്നൊക്കെ പറയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ്, പറഞ്ഞ പോലെ അവളെ എവിടെ പോയി എന്ന് പറയാണ്. അപ്പോൾ അവിടെ ബബിത പറയാണ്, മനുവേട്ടൻ്റെ റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ്, അവളെന്തിനാ ഇപ്പോൾ മനുവിൻ്റെ റൂമിൽ പോകുന്നത്? അപ്പോൾ ബബിത പറഞ്ഞു, രോഹിതേട്ടനെയും മനുവേട്ടനെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോയതാണെന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിരങ്ങുന്നോ, എന്തിനാ അവളെ ഇവിടെ വന്നിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയാണ്. അല്ല വൈജയന്തിയോട് ചോദിക്കുകയാണ്, നിൻ്റെ വീട്ടിലെ വേലക്കാരി എന്തിനാടി എൻ്റെ വീട്ടിൽ വന്നിട്ട് സ്വാതന്ത്ര്യം കാണിക്കുന്നതൊക്കെ പറയാണ്. ആഹാ, കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കമല ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാനെന്ത് പറയാനാ, എൻ്റെ ഭർത്താവിനെ അവൾ കൈയടക്കി വെച്ചു, എന്നിട്ട് എനിക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ മനുവിൻ്റെ കാര്യത്തിൽ ഇടപെടുക എന്നൊക്കെ പറയാണ്. കമല ആ സമയത്ത് നല്ലോണം ദേഷ്യപ്പെടുക കേട്ടോ. കമല പറയണ, കയറി അവൾ മനുവിൻ്റെ റൂം വരെ എത്തി, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക് എന്ന് പറഞ്ഞിട്ട് കമല മനുവിൻ്റെ റൂമിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അലീനയും മനുവേയും രോഹിത്തിനെയും കാണിക്കുക കേട്ടോ. അവർ മൂന്നാളും ഒരു റൂമിലാട്ടോ ഉള്ളത്. അവർ കോളേജിലത്തെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അച്ഛനെ വീഴ്ത്തിയ കാര്യവും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു അലീനയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത് പറയാണ്, അലീന ചേച്ചിക്കാണ് എല്ലാ ക്രെഡിറ്റും, പിന്നെ അച്ഛനും ആണ് എന്നെ തിരികെ കോളേജിലേക്ക് കയറ്റിയത്, ഇനി എല്ലാം ഒന്ന് ശരിയാക്കി എടുത്തേ പറ്റൂ എന്നൊക്കെ പറയാണ് രോഹിത്. അപ്പോൾ അലീന പറയാണ്, എല്ലാ ക്രെഡിറ്റും അച്ഛനുള്ളതാണ്, അച്ഛനോടുള്ള ബഹുമാനം ഒക്കെ ഉണ്ട്, എനിക്ക് പാസ് മാർക്ക് മാത്രം മതി, എല്ലാ ക്രെഡിറ്റും ബാലേന്ദ്ര അച്ഛനുള്ളതാണ് എന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് രോഹിത് പറഞ്ഞു, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോകും കേട്ടോ. ആ സമയത്ത് കമല വന്നിട്ട് വാതിലിന് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അലീന പറഞ്ഞു, ഇത് കമല ആൻറ്റിയാണെന്ന്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മനസ്സിലായി? പോലീസിൻ്റെ ഒരു മുറയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കമല അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. അലീനയും മനുവും. രോഹിത് ബാത്റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കമലാൻ്റെ കണ്ടിട്ടില്ല കേട്ടോ രോഹിത്തിനെ. ഇവർ രണ്ടാളും മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നീ എന്താ ഇവിടെ നോക്കിയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് നിനക്കറിയില്ലേ മനുവിൻ്റെ റൂമാണെന്ന്. അപ്പോൾ അലീന പറയാണ്, എനിക്കറിയാമല്ലോ ഇത് മനുവിൻ്റെ റൂമാണ്, ഞാൻ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അടിച്ചു വാരുന്നതൊക്കെ അല്ലേ ഈ റൂമിൽ എന്ന് പറയാണ്. അപ്പോൾ അത് മനു പറയാണ്, നീ എന്തിനാണ് ഇവളെ വിളിച്ച്, വേലക്കാരി എന്തിനാണ് ഇവിടെ വിളിച്ച് കയറ്റിയതെന്ന് പറയാണ്. അപ്പോൾ അത് മനു പറയാണ്, ഞാൻ പറയണോ, അമ്മയോട് പറയണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയാണ്, നീ പറയണ്ട, നീ എന്താ പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് അലീന നിൽക്കാം കേട്ടോ. അലീനക്ക് അറിയില്ലല്ലോ ഇവർ മനുവായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അലീനക്ക് അറിയില്ലല്ലോ. അങ്ങനെ നല്ല ദേഷ്യത്തോടെ കമല സംസാരിക്കുക കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് മനു പറയാണ്, എന്താ അമ്മയെ ഇങ്ങനെ സംസാരിക്കുന്നത്, വൈജയന്തിനെ പോലെ എന്നൊക്കെ പറയാണ്. മനുവേറ്റാന്ന് പറയാണ്. ആ സമയത്താട്ടോ
രോഹിത് ഇറങ്ങി വരുന്ന ബാത്റൂം. അപ്പോൾ കമലാൻറ്റി ചോദിക്കുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നു? ആ സമയത്തൊക്കെ കമലാൻറ്റിൻ്റെ ഫേസ് എന്തോ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരെ രോഹിത്തിനെ കണ്ടതുകൊണ്ട് അത്ര വരെ വിചാരിച്ചത് മനുവും അലീനയും മാത്രമേ ഈ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. രോഹിത്തിനെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ചമ്മലും ഒക്കെ മുഖത്ത് വന്നു കേട്ടോ. അപ്പോൾ രോഹിത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആൻറ്റി സംഭവം, എന്താ പ്രശ്നം മനുവേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞു, ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ചൂടെ, ആ തെളിവോടെ പിടിച്ചു എന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറഞ്ഞു, അതെന്താ അങ്ങനെയെന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, അങ്ങനെയൊന്നുമില്ല, ഞാനത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയാണ്, അയ്യേ ആൻറ്റി അമ്മക്ക് പഠിക്കുകയാണോ, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അങ്ങനെ ചമ്മ നാണം കെട്ട് പോകാനിറങ്ങാണ് കമല. ഈ സമയത്തൊക്കെ മനു നല്ലോണം പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് സൗകര്യമായിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ ഈ റൂമിൽ വന്നത്, ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ, മധുരമായി സംസാരിക്കാമല്ലോ, അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രോഹിത് ആ സമയത്തൊന്നും ഇല്ല, ആ സമയത്ത് പറയാണ്. ആ സമയത്തൊക്കെ കമലയ്ക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ കമലാൻ്റെ ചോദിക്കുകയാണ്, എനിക്ക് നാണമില്ലടാ ഒരു വേലക്കാരിയെ റൂമിൽ വിളിച്ച് കയറ്റാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയാണ്. ആ സമയത്തൊക്കെ അലീന തലകുനിച്ചിരിക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് കമലാൻറ്റി പുറത്തേക്ക് പോയി തിരിച്ചു വന്നിട്ട് നോക്കാട്ടോ എന്ത് പറയുന്നതൊക്കെ. അപ്പോഴൊക്കെ ഇവർ ഇങ്ങനെ പറയാണ്, സംശയത്തോടെ പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ മനു ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത എന്താ പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് ഇനി കുറച്ച് പണിയും കൂടിയുണ്ട്, എല്ലാവരും ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം, മാഡത്തെയും തിരിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറയാം കേട്ടോ.